പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ പൂർണ്ണ ഗ്യാരണ്ടി നൽകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സർക്കാരിനെ പൂർണ്ണമായും വിശ്വസിച്ച് കേരളത്തിൽ നിക്ഷേപം നടത്താം. ഇതിനായി പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെൽ രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ദുബായിൽ സ്മാർട്ട് സിറ്റി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജമാലുദ്ദീൻ ചേർന്നുണ്ട് വിവരങ്ങളുമായി. ജമാൽ, ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് മുഖ്യമന്ത്രി പറഞ്ഞത്? സൗമ്യ, പ്രവാസി നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം നൽകിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്മാർട്ട് സിറ്റി സംഘടിപ്പിച്ച ബിസിനസ് മീറ്റിൽ പങ്കെടുത്തത്. പ്രവാസികളുടെ നിക്ഷേപത്തിന് സർക്കാർ തന്നെയായിരിക്കും ഗ്യാരണ്ടി. സർക്കാരിനെ പൂർണ്ണമായി വിശ്വസിച്ച് പ്രവാസികൾക്ക് കേരളത്തിൽ നിക്ഷേപം നടത്താം. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇക്കാര്യത്തിൽ പ്രവാസി നിക്ഷേപകർക്ക് ഉണ്ടാകില്ല എന്ന് മുഖ്യമന്ത്രി പ്രത്യേകം എടുത്തു പറഞ്ഞു. പ്രവാസികളെ സഹായിക്കാനായി, പ്രവാസി സംരംഭകരെ സഹായിക്കാനായി പ്രവാസി മലയാളി നിക്ഷേപ സഹായ സെല്ലിന് രൂപം നൽകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ തന്നെ പ്രവാസി സംരംഭത്തിനായി പ്രത്യേക സംവിധാനം ഉണ്ടാകും. ആവശ്യമെങ്കിൽ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് ബന്ധപ്പെടാവുന്നതാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. വ്യവസായത്തിനുള്ള കാത്തിരിപ്പ് മാറ്റാൻ ഏകജാല സംവിധാനം പൂർണ്ണ തോതിൽ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കാത്തിരിപ്പ് ഒഴിവാക്കേണ്ടതാണ്. വ്യവസായ രംഗത്ത് പരമ്പരാഗത രീതികളിൽ മാറ്റം വേണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓൺലൈൻ വഴി വ്യവസായങ്ങൾക്ക് അപേക്ഷ നൽകാനും ക്ലിയറൻസ് നൽകാനും സംവിധാനം കൊണ്ടുവരും. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സംവിധാനമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ ഒരു വ്യവസായ സംസ്കാരം തന്നെ രൂപപ്പെടേണ്ടതുണ്ട്. പരമ്പരാഗത രീതികളിൽ മാറ്റം വരണം. വ്യവസായ രംഗത്തെ നിയമങ്ങൾ ലഘൂകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രവാസി നിക്ഷേപകർക്ക് ഏറെ ആത്മവിശ്വാസം പകർന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2 മണിക്കൂറോളം നീണ്ട സ്മാർട്ട് സിറ്റി ബിസിനസ് യോഗത്തിൽ പങ്കെടുത്തത്. ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകിയത്.